ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ചെറിയ മോർണിംഗ് വാക്കിന് പോവാണ് കേട്ടോ. ഞാൻ ഒറ്റക്കൊന്നല്ല, ഇവർ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ മോർണിംഗ് വാക്കിന് പോവാന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് ജെസായിരുന്നു കേട്ടോ. ഓള് ഡ്രസ്സ് എടുത്ത് വെക്കലും രാവിലെ നമുക്ക് സൺസ്ക്രീൻ തേക്കണം അങ്ങനെയൊക്കെ ഫുള്ളി സെറ്റപ്പ് ആക്കി നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന മൂഡിലായിരുന്നു ഓളുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു മോർണിംഗ് ഒന്ന് നടക്കണം എന്നുള്ളത്. ഒരു 5 വർഷമായിട്ട് ഇങ്ങനെ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ കസിൻസിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് അങ്ങനെ നടക്കണം അങ്ങനെ നടന്നതായിട്ടൊക്കെ എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അല്ലാതെ വലുതായിട്ട് ഇങ്ങനെ രാവിലെ എണീറ്റ് നടക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഐ ഡിഡ് ഇറ്റ്. അതാണ് ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഫൈനലി അത് നടന്നു. കുറേ കാലമായിട്ട് ഞാൻ നടക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫൈനലി ഇറ്റ്സ് ഹാപ്പൻ. ഞാൻ ആദ്യമായി 3 ആൾക്കാരാണ്. കൂടി ചായ കുടിക്കാൻ പോവാണ്. ചായ കിട്ടോ ഇല്ലേന്ന് അറിയില്ല. ചായക്കട തുറക്കും. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് എങ്ങനെ ഇതുവരെ നടന്നിട്ട് എന്താ എന്റെ അഭിപ്രായം? നല്ല ഇഷ്ടം. രാവിലെ നീച്ചപ്പോ ഒന്നിനും പോതില്ലായിരുന്നു ഗൈസ്. എന്നിട്ട് വന്നപ്പോ പിന്നെ ഇന്നലെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ വാങ്ങിത്തരാതെ. അപ്പൊ ചായക്കട തുറക്കൂ എന്നുള്ള എക്സൈറ്റ്മെന്റ് 3 പേർക്കുണ്ട് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണ് ചായ കുടിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുറക്കൂ എന്നുള്ള. പിന്നെ ഇവർ 2 ആളും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല കെയർഫുൾ ആയിരിക്കണം. ഒറ്റക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓല് 2 ആളും ഉണ്ടായതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ വലതുവശമൊക്കെ ചേർന്ന് സേഫായിട്ട് തന്നെ പോകണം. വണ്ടികളൊന്നും അങ്ങനെ വരാത്തൊരു ഏരിയ കേട്ടോ. അതങ്ങനെ പേടി. ഞങ്ങളിങ്ങനെ വീട് സെൻട്രലാണെങ്കിൽ ഇങ്ങനെ വേറൊരു വഴിയിലൂടെ പോയിട്ട് വേറൊരു വഴി കൂടെയാണ് നമ്മൾ വീട്ടിലെത്തണം. അങ്ങനെ രീതിയിലൊക്കെ ഇറങ്ങിയിട്ടാണ് വരുന്നത്. എന്നാൽ 2 ടൗൺ ടച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു മോർണിംഗ് വാക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫൈനലി നമ്മളെ കട തുറന്നിട്ടുണ്ടായിരുന്നു. കട തുറക്കോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ജെസ്സി ആണെങ്കിൽ ഉള്ള എല്ലാ ഫ്ലവേഴ്സും പിക്ക് ചെയ്തിട്ടാണ് പോണത്. കാരണം അവൾക്ക് ഫ്ലവേഴ്സ് നേച്ചർ അത്രയും ഇഷ്ടമാണ്. കാരണം നേച്ചർ കാണുക എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എനിക്കും അതുപോലെ തന്നെയാണ്. അവളെ എല്ലാ ഫ്ലവേഴ്സും പിക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി ഫ്ലവർ ആയിരുന്നു. ഞാൻ അതൊക്കെ പിക്ക് ചെയ്ത് ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ ചായക്കടയിലെത്തി. നമുക്കെന്താ അത് 2 ഗ്ലാസ് ചായ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ വേറൊരു വഴി കൂടിയാണല്ലോ. നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ അത് അടിപൊളിയായിരുന്നു. നല്ലൊരു സൺറൈസിന്റെ വ്യൂ ആയിരുന്നു കേട്ടോ. അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലവർ ആണല്ലോ, ജസ്റ്റ് അത് പറിക്കാതിരിക്കോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫ്ലവറൊക്കെ പറിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വ്യൂന്ന് അവൾ ആ ഫ്ലവർ പിക്ക് ചെയ്യുന്നതും അത് കാണിക്കുന്നതൊക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മോർണിംഗ് വാക്കിലെ മെയിൻ താരം. പണിയായിട്ട് നമ്മളെ കൂടെ വന്ന് സഹകരിച്ച യാസീന്. എങ്ങനെയുണ്ടായിരുന്നു ചായ? ഇതൊക്കെ വീട്ടിലേക്ക് എത്തുകയും വേണ്ടതുകൊണ്ട് മെല്ലെ മെല്ലെ നടക്കണേ. ഏകദേശം ഇവിടെ എത്തി. പിന്നെ നടക്കണം കേട്ടോ. അതന്നെ ഫ്ലവറും പറിച്ചോ. ചെമ്പരത്തിയാണ് കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാർ പറയും എല്ലാ പൂവും പറിച്ചോണ്ട് വഴിയാണ്. സബ്സ്ക്രൈബേഴ്സിന് ആ ഫ്ലവർ എടുത്താ ഗിവ് ഉണ്ട് ഗൈസ്. ഇവിടെ ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട് അല്ലേ. ഞങ്ങൾ 4K കഴിക്കണം കേട്ടോ, 5K കഴിക്കണം കേട്ടോ. ഇത് മീനാവണ്ട. ഇവിടെ ഞങ്ങള് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പൊ വേണ്ടവര് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ ഇവിടെ അയക്കുന്നതാണ് പാർസലായിക്കാണ്ട് അല്ലേ. അതെ, ആവശ്യമില്ലായിട്ട് തരാം. അപ്പൊ സെറ്റ്. ഫോണും കൂടി ഉണ്ടാവും.
ഇവളെ മാത്രമേ കൊടുക്കുള്ളൂ, വേറെ നീ കൊടുക്കൂല കേട്ടോ. പിന്നെ ഈ മുടിവണ്ണ് ആണെങ്കിൽ തരാം, ഈ ചോറോസ് മുടിവണ്ണ്. തേങ്ങൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ രാവിലെ തന്നെ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വീട്ടിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഇപ്പം എത്തും. ഗാർഡ് കട്ടെടുത്താലോ ഇത് സീനത്താത്ത തന്നതാ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ